Ummy's tasty hut. അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമുക്കൊക്കെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒന്നാണ് പാല് പിരിഞ്ഞു പോകുന്നത്. പാല് പിരിഞ്ഞു പോയെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവും, അത് കളയണ്ടേന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇനി വിഷമിക്കണ്ട, അതുകൊണ്ട് നല്ല അസൽ പേട ഉണ്ടാക്കാം. നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മിൽക്ക് പേട. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് മിൽക്ക് പേട എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് പിരിഞ്ഞ പാല്. ഞാൻ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച് കാച്ചാൻ വൈകിയപ്പോൾ പിരിഞ്ഞു പോയതാണിത്. ഇത് 1 ലിറ്റർ പാലുണ്ട്. പാല് പിരിഞ്ഞെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ പനീറിനൊക്കെ ചെയ്യുന്നത് പോലെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരോ ഇല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് ആ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ പാലിൻ്റെ ആ കട്ടിയും വെള്ളവും വേർതിരിഞ്ഞ് നിൽക്കൂ. ഇല്ലെങ്കിൽ അത്ര വേർതിരിഞ്ഞ് നിൽക്കില്ല പിരിഞ്ഞ പാലിൽ നിന്ന്. അപ്പോൾ ആ കട്ടി നന്നായി വേർതിരിഞ്ഞ് നിൽക്കും ഇതുപോലെ. ഞാൻ ഇത് ആ സമയത്ത് തന്നെ ചെറുനാരങ്ങ നീര് ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. ആ പാൽ കട്ടി വേറെ തന്നെ നമുക്ക് കിട്ടണം, പനീറിന് ചെയ്യുന്നത് പോലെ തന്നെ. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായി വാർന്നതിന് ശേഷം നമുക്ക് എടുക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായി വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും ഇതുപോലെ. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ച പാൽക്കട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും തിളച്ച് വരുമ്പം. ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പെട്ടെന്ന് വറ്റി വരും. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര നന്നായി ഒന്ന് മെൽട്ടായി വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് ചെറുതാക്കി കൊടുക്കുക. പാൽപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ല കട്ടിയായി വരും. പാൽപ്പൊടി മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ്. പഞ്ചസാര ചേർത്ത് ഏലക്ക പൊടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതിന് പകരം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചേർക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടായതുകൊണ്ട് അത് 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ 1/4 കപ്പ് മതിയാവും. അത് മിക്സിയിലൊന്ന് പൊടിച്ച് ചേർക്കുന്നതാണെങ്കിൽ നല്ലതാണ്. നല്ല പൊടിയായി ചേർക്കുമ്പോൾ തേങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് ഈ പേട കഴിക്കാൻ. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി തേങ്ങ. അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൊടിയായി കിട്ടും. തേങ്ങ ചിരവിയതാണെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതി. ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നന്നായി മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി ഇതുപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. പാനിൽ നിന്ന് നന്നായി വിട്ട് വരണം. നല്ല നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂട് ചെറുതായൊന്ന് പോകുമ്പോൾ നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പേട ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പേടയുടെ ഷേപ്പിൽ തന്നെയാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നന്നായി ഉരുട്ടി അതിൻ്റെ നടുവിൽ ചെറിയൊരു കുഴിയാക്കി കൊടുക്കാം. സാധാരണ പേട ആ ഒരു ഷേപ്പിലല്ലേ ഉണ്ടാവുക. ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തു വെക്കാം. 2-3 ദിവസമൊക്കെ നിൽക്കും ഇത് പുറത്ത്. ഈ പേട മോശമായി പോകുന്നില്ല. അതിന് ശേഷം വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 2-3 ദിവസമൊന്നും നിൽക്കില്ല. ഇത് കുട്ടികൾ പെട്ടെന്ന് കഴിച്ച് തീർക്കും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിന് മുകളിൽ ഞാൻ ബദാം സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കാഷ്യൂനട്ടോ ബദാമോ പിസ്തയോ എന്താണ് ഉള്ളതെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാല് പിരിഞ്ഞതിൻ്റെ അളവ് നിങ്ങളുടെ പാൽ എത്രയാണ് ഉള്ളത് അതിൻ്റെ അനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്താം. ഇതിപ്പോൾ 1 ലിറ്റർ പാലുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തത്. അപ്പോൾ 1/2 ലിറ്റർ പാലാണെങ്കിൽ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് ചെയ്യാം. അപ്പം പാല് പിരിഞ്ഞാൽ ഇനി ആരും വിഷമിക്കണ്ട. ഇതുപോലെ പേട ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടമാവും. ഇനി നല്ലൊരു റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്